ഇടുക്കിയിൽ സർക്കാർ ജീവനക്കാരന് ക്രൂരമർദ്ദനം. അടിമാലി വടേക്കര സ്വദേശി വിഷ്ണുവിനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചത്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് സംഭവം. ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, എന്താണ് ഈ മർദ്ദന കാരണം? രാവിലെയാണ് ഈ സമരാനുകൂലികളുടെ ഈ അഴിഞ്ഞാട്ടം എന്ന് വേണം നമുക്ക് ഈ പറയാൻ. കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ വളഞ്ഞിട്ട് CPM പ്രവർത്തകർ മർദ്ദിക്കുന്നത്. കുമളിയിലെ പ്രാദേശിക CPM നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമാണ് ഈ ഇത്തരത്തിലൊരു മർദ്ദനമുറ അവിടെ നടത്തിയിട്ടുള്ളത്. ഈ പണിമുടക്ക് ദിനത്തിൽ രാവിലെ സമരാനുകൂലികൾ ഈ ഓഫീസിലെത്തി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കുമളി മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഓഫീസിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ പ്രൊബേഷൻ പീരീഡിൽ ജോലി ചെയ്യുന്ന ആളാണ് വിഷ്ണു രാധാകൃഷ്ണൻ എന്ന അടിമാലി വടക്കേക്കര സ്വദേശിയായ ആള്. പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ ജോലിക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് അവർ സമരാനുകൂലികളെ വിഷ്ണു അറിയിക്കുകയായിരുന്നു. പക്ഷേ ആ ഓഫീസ് തുറന്നതിനെതിരെ വലിയ ആക്രോശത്തോടുകൂടി വിഷ്ണുവിനെതിരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഇവർ പോയി മടങ്ങിയ ശേഷം പിന്നീട് കൂടുതൽ പ്രവർത്തകരുമായി തിരിച്ചെത്തിയാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നടന്ന മർദ്ദനമുറ അവിടെ CPM പ്രവർത്തകർ നടത്തുന്നത്. വിഷ്ണു രാധാകൃഷ്ണൻ എന്ന സർക്കാർ ജീവനക്കാരനാണ് ഇപ്പോൾ ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വിഷ്ണു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവധി എന്ന് പറയുന്നത് പ്രൊബേഷൻ കാലാവധിയാണെന്നും അതുകൊണ്ട് തന്നെ ഓഫീസ് തുറന്ന് ജോലിക്ക് ഇരിക്കേണ്ട ആവശ്യമുണ്ട് എന്നും വിഷ്ണു അറിയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് CPMന്റെ പ്രാദേശിക പ്രവർത്തകർ ഇത്തരത്തിൽ അക്രമം അവിടെ അഴിച്ചുവിട്ടത്. ഏതാണ്ട് 8ഓളം ജീവനക്കാർ, വനിതാ ജീവനക്കാർ ഉൾപ്പെടെ 8ഓളം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ വിഷ്ണുവിനെതിരെ ആക്രോശിച്ചുകൊണ്ട് വലിയ തോതിൽ മർദ്ദനം നടത്തുകയും ചെയ്തത്. വിഷ്ണു ഇതേ തുടർന്ന് കുമളി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി.